മേലെ മേലെ വാനം വാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ ഇത് അമ്മമ്മ വീട്ടിൽ നമ്മൾ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇവിടെ കുറച്ച് കാവത്തുണ്ട്. വയലറ്റ് കളറിലുള്ള കാവത്ത് ഒട്ടുമിക്കവരൊക്കെ കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. ഉണ്ണിയുള്ള അച്ഛൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു 8 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അച്ഛനും അമ്മമ്മയും കാണാൻ ഞങ്ങൾ വരും കേട്ടോ. നമ്മൾ റെയിൽവേ ക്വാർട്ടേഴ്സിലാണെങ്കിലും ഉള്ള സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ചേമ്പും ചേനയും കാച്ചിലും അതുപോലെ വാഴയും ഒക്കെ അമ്മ ഉണ്ടാക്കും കേട്ടോ. ശീമക്കൊന്നയുടെ വേരിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ടേ കാവത്ത് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാനും അപ്പുണ്ണിയും അമ്മിണിയും കുറേ കുത്തിയിളക്കി നോക്കിയേട്ടാ. ഞങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ കുറച്ചൊക്കെ പറിച്ചെടുത്തു കേട്ടോ. കണ്ടോ നിങ്ങൾ ആ വയലറ്റ് കളർ കണ്ടോ? എന്ത് ഭംഗിയാണെന്നറിയോ? ഇത് പുഴുങ്ങിയാൽ കഴിക്കാൻ രണ്ടുപേർക്കും വലിയ ഇഷ്ടമായിട്ടാ. അതുപോലെ കൊള്ളിയും ചക്കയും മാങ്ങയൊക്കെ രണ്ടുപേർക്കും വലിയ കാര്യമായിട്ടാ. കുറച്ചൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറിച്ചെടുത്തിട്ട് ബാക്കിയൊക്കെ ഞങ്ങൾ മണ്ണിട്ട് മൂടി കേട്ടോ. കാരണം വേരിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് പറിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അമ്മ ഞങ്ങളോട് പറഞ്ഞതാ അത് വേരിൻ്റെ ഇടയിൽ നിൽക്കുന്ന പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്കും എൻ്റെ ഉണ്ണികൾക്കും ഇതൊക്കെ വലിയ ഇഷ്ടമായിട്ടാ. ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ പണികളെടുക്കുമ്പോൾ രണ്ടുപേരും എൻ്റെ ഇടം വലം ഉണ്ടാവും കേട്ടോ. ഞാനും അതിനെതിരെ പറയാറില്ല. കാരണം അവരും വളരട്ടേന്നേ, പ്രകൃതിയെ അറിഞ്ഞ് മണ്ണിനെ തൊട്ട്. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ പ്ലാവ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ചക്ക പറിക്കാൻ അമ്മാമയെ ചക്ക വേണം പറഞ്ഞ് രണ്ടുപേരും ഒരു ചക്ക പറിപ്പിച്ചാണ് കേട്ടോ അമ്മാമയെ കൊണ്ട്. പഴുത്തിട്ടില്ല കണ്ടപ്പോൾ രണ്ടുപേരും കൊതിമുത്ത് കുറേയൊക്കെ പച്ചച്ചക്ക പെറുക്കി തന്നു കേട്ടോ. ഉച്ചയ്ക്ക് അമ്മമ്മയുടെ മോരുകറിയും അതുപോലെ ചക്കപ്പേരും കൂട്ടി ഞങ്ങൾ ചോറുണ്ട് കേട്ടോ. അമ്മമ്മ വീട്ടിൽ വന്നാൽ പിന്നെ രണ്ടുപേർക്കും മുറ്റത്തുനിന്ന് കയറാൻ ഇഷ്ടമല്ല കേട്ടോ. മുറ്റത്ത് മണ്ണിൽ ഓടിച്ചാടി കളിക്കാനും അതുപോലെ മാമൻ കഴിഞ്ഞ വർഷം വെക്കേഷന് കെട്ടിക്കൊടുത്താണ് കേട്ടോ ഊഞ്ഞാലാടാനും ഒക്കെ രണ്ടുപേർക്കും വലിയ ഇഷ്ടമാണ്. ഈ സന്തോഷത്തിന് ഇത്ര സങ്കടം ഉണ്ടാവും കേട്ടോ രണ്ടുപേർക്ക് തിരിച്ചു വരുമ്പോൾ. വൈകിട്ട് അമ്മമ്മ പുഴുങ്ങി തന്ന കാവത്തും കഴിച്ച് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ.